അക്ഷത് മ്യൂസിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നോടൊപ്പമുള്ളത് ഡോക്ടർ വിപിൻ റോൾഡൻ റെജുവിനേഷൻ മൈൻഡ് ബിഹേവിയർ സ്റ്റുഡിയോയിലെ ഫൗണ്ടർ ആണ് ആൻഡ് ഓൾസോ ഹി ഇസ് ദ സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമസ്കാരം ഡോക്ടർ ആൻഡ് വെൽക്കം ടു ദ ഷോ. അപ്പൊ ഡോക്ടർ നല്ല രസമുണ്ട്, നല്ല യോ ആയിട്ടുണ്ടല്ലോ. സാധാരണ ഫുൾ കൈ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇടുന്നതിന്റെ ഇപ്പൊ ഷൂട്ടല്ലേ നിങ്ങൾ യോ ഷോ ഇല്ല, മാത്രമല്ല ഈ നമ്മൾ പലപ്പോഴും ഉണ്ട് ഈ സൈക്കോളജിസ്റ്റ് യൂഷ്വലി ഞാൻ പറയാം ഇവിടെ വരെ കൈയൊക്കെ ഇട്ട് ടൈ ഒക്കെ കിട്ടി പറയൂ നിങ്ങളുടെ പ്രശ്നം എന്നാണ്. അങ്ങനല്ല ഞാനും അങ്ങനല്ല. നമുക്ക് ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളും ഡെഫിനറ്റ്ലി ധരിക്കാം. പിന്നെ കൺസൾട്ടേഷൻ റൂമിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ് കോഡ് പലപ്പോഴും വരുന്നത് ഒന്ന് ഈ മാറ്ററിനെ നമ്മൾ സീരിയസ് ആയിട്ട് അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിനെ ഫീൽ ചെയ്യാനാണ്. അറ്റ് ദ സെയിം ടൈം വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ആ പുള്ളിയുടെ കീറിയ ടീഷർട്ടും മറ്റേ കീറിയ ജീൻസും ഒക്കെ ഇട്ടിട്ട് എങ്ങനെ ഇരിപ്പുണ്ട്. എൻ്റെ മകൻ തന്നെ അതാണ് പ്രശ്നം, അവൻ കീറിയത് മാത്രമേ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ കീറിയ ജീൻസ് ഇട്ട് വരുന്ന മകന് ഭയങ്കര സന്തോഷമാണ്, ഓ എന്നെപ്പോലെ തന്നെ ഒരാൾ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചില കേസുകളിലെങ്കിലും യൂത്തിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ടീഷർട്ട് ഇട്ടോ അല്ലെങ്കിൽ മറ്റൊക്കെ കാണാറുണ്ട്. പക്ഷേ പേരന്റൽ പ്രോഗ്രാംസോ ചില ഫാമിലി കേസസ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ US നമുക്ക് ആൾക്കാരെല്ലാം ഫുൾ സ്യൂട്ട് ഇടുന്നു. ഒരു ഒഫീഷ്യൽ ഡ്രസ് കോഡ് ഉണ്ട്, ഡോക്ടേഴ്സ് ആണെങ്കിലും പലപ്പോഴും ഉണ്ട്. എന്നാൽ പോലും ഈ ഡ്രസ് കോഡുകൾ എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾക്കകത്ത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഡ്രസ് കോഡുകൾ മാറാം. അതുകൊണ്ട് സൈക്കോളജിസ്റ്റിന് ടീഷർട്ട് ഇട്ട് ഈ പ്രോഗ്രാമിൽ വരുന്നതിന്റെ അർത്ഥം ഇങ്ങനെ അല്ലല്ല ഞാൻ ഒന്ന് പറയാം. ഇത്ര ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വെറുതെ കാഷ്വൽ ആയിട്ട് ഡോക്ടറെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ്. വേറൊരു ടോപ്പിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇത്രയും അല്ല ടീഷർട്ട് അല്ല ടോപ്പിക്ക്. പക്ഷെ നമ്മളിന്ന് പറഞ്ഞു വന്നപ്പോ എനിക്ക് തോന്നി ടോപ്പിക് ഒന്ന് മാറ്റാന്ന്. അതായത് ഡോക്ടർ നമ്മുടെ ഈ ഡ്രസ്സ് നമ്മൾ ചെയ്യുന്നത് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നു എന്നുള്ളതൊന്ന് പറയൂ ഡോക്ടർ. നല്ല അടിപൊളിയല്ലേ? ഞാൻ സാധാരണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇടുന്ന ഡ്രസ്സിന് പകരം ടീഷർട്ട് ഇട്ട് പ്രോഗ്രാമിൽ വന്നതിന്റെ വെളിച്ചത്തിലുണ്ടായ പ്രചോദനമായിരുന്നു. ടീഷർട്ട് ആർക്കും ഇടാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഏറ്റവും എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂവിൽ എനിക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് എൻ്റെ കമ്പനിയിലേക്ക് ഒരു പോസ്റ്റിലേക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അല്ല നമുക്കൊരു ബേസിക്കലി കോർപ്പറേറ്റ് റിലേഷൻഷിപ്പ് പല കമ്പനികളുമായിട്ടുള്ള ഡീലിലേക്കൊക്കെ വേണ്ട ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇയാൾ നമുക്ക് ആളുടെ മാറ്ററും കാര്യങ്ങളൊക്കെ വന്നുണ്ട്, പക്ഷേ ആൾ ഗ്രൂം ചെയ്യാതെയാണ് വന്നത്. ദാറ്റ് മീൻസ് ഒരു കോർപ്പറേറ്റ് അത് ആ റോളിന് പര്യാപ്തമായ രീതിയിലേക്ക് ഈ ആളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാമെന്ന സീരിയസ്നെസ് ഡ്രസ് കോഡിൽ ഫീൽ ചെയ്തില്ല, ആളുടെ ബോഡി ലാംഗ്വേജിൽ ഫീൽ ചെയ്തില്ല. പക്ഷെ ഡ്രസ് കോഡ് വന്നാൽ തന്നെ കുറേ അധികം കാര്യങ്ങൾ സെറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ലേഡീസ് സ്യൂട്ടൊക്കെ ഇട്ട് നമുക്ക് വളരെ ഒരു ബോൾഡായിട്ട് പലപ്പോഴും ഇപ്പൊ നമുക്ക് എയർ ഹോസ്റ്റസ് എന്തിനാണ് അവരുടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്, എയർ ഹോസ്റ്റസ് ആക്ച്വലി യൂണിഫോമാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ബിസിനസ് മീറ്റിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ടൈ ഒക്കെ ഇട്ടിട്ട് ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ട്രസ്റ്റ് ഫാക്ടറാണ്, കോൺഫിഡൻസ് ഫാക്ടറാണ്. ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ പോകുമ്പോഴേക്കും നിങ്ങളുടെ ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റ് 7 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചൊരു ധാരണ ഇവിടെ വരും അലക്ഷ്യമായിട്ട്. അപ്പം ഞാൻ എൻ്റെ HR പറയുമായിരുന്നു, ആളെ നമുക്ക് എടുക്കുന്ന കാര്യത്തിൽ HR മറ്റു കാര്യങ്ങൾ കൊണ്ട് ഓക്കെയാണ്, പക്ഷെ ഇയാൾ ആ ഒരു ഇന്റർവ്യൂവിലേക്ക് വേണ്ടി അയാള് വരേണ്ട രീതിയിലല്ല വന്നതെങ്കിൽ ഇയാള് പലപ്പോഴും പല പ്രോജക്ട്സുകളെ എടുക്കേണ്ട രീതിയിൽ എടുക്കാനുള്ള സാധ്യത മിസ്സിംഗ് ആണ് അക്കോർഡിംഗ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ. എന്ന് വെച്ച് നാളെ അവർ അങ്ങനെ ആവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും വളരെ കോമ്പീറ്റന്റ് ആയ ചില ആളുകൾ ഇന്റർവ്യൂവിൽ ഇവർക്ക് ബദലായിട്ട് വന്നാൽ ഇവർക്ക് ജോലി കിട്ടില്ല, കാരണം ഓൺലി ബിക്കോസ് ഓഫ് ദ ഡ്രസ് കോഡ്. അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആകും. പക്ഷെ ഈ വസ്ത്രത്തെക്കുറിച്ച് ചില തമാശകളുണ്ട്. എൻ്റെ വസ്ത്രം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വസ്ത്രധാരണം എത്രത്തോളം നമ്മുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു പരിധി വരെ നമ്മൾ ഇന്റർവ്യൂസിനാണെങ്കിലും ഒരു കോർപ്പറേറ്റ് ഇന്റർവ്യൂ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മൾ പോകേണ്ട ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകേണ്ടടുത്ത് നമ്മൾ ഡ്രസ്സ് ചെയ്ത് തന്നെ പോകണം. അത് നമ്മളെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഒരുപാട് മാർക്സ് നമുക്ക് അവിടെ വീഴുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാതിരിക്കുക. ഇപ്പൊ ശരിയല്ലേ? അപ്പൊ ഡോക്ടർ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യത്തെ കുറിച്ച്, വസ്ത്ര സ്വാതന്ത്ര്യം. അല്ല, വസ്ത്ര സ്വാതന്ത്ര്യം ഇത് വളരെ ഡിബേറ്റബിൾ ആയ ടോപ്പിക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എനിക്ക് അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനകത്ത് പല പല കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കുക. ഡെഫിനറ്റ് ആയിട്ട് ഒരാൾക്ക് അയാളുടെ വസ്ത്രത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. മറ്റൊരാൾ അവർ പറഞ്ഞതനുസരിച്ച് വസ്ത്രം ധരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അയാൾക്ക് ദൃഷ്ടി കൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ ഒന്നും യാതൊരു റൈറ്റും ഇല്ല. കാരണം നമുക്ക് തീർച്ചയായിട്ടും വസ്ത്ര സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇതൊരു തലം. പക്ഷേ
സോഷ്യൽ റൂൾസും സോഷ്യൽ കസ്റ്റം അനുസരിച്ചിട്ട് ഇപ്പം നമുക്കൊരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു മരണ വീട്ടിൽ നിങ്ങളൊരു വിവാഹത്തിന് പോകുന്നവർ ഒരുങ്ങി വരുമ്പോൾ അവിടെ ഒരു അത് ആ സാഹചര്യത്തിൽ അങ്ങ് യോജിക്കുന്നില്ല. അപ്പോൾ ചില സിസ്റ്റത്തിന്, ചില കമ്പനികൾക്ക് അല്ലെ ചില കാര്യങ്ങൾക്ക് അവർ യൂണിഫോമിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് റിലീജിയസ് ആസ്പെക്ട് യൂണിഫോം അങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ അവരവരുടെ താല്പര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. പക്ഷേ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഓഫീസിലൊക്കെ നമുക്ക് ആ കമ്പനിയുടെ ഒരാളെന്ന് പറയുന്ന ലെവലിലേക്ക് പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ നമുക്കൊരു പൊതുസ്ഥലങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ തന്നെ ധരിക്കണം, ഇങ്ങനെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളൊക്കെ പലപ്പോഴും ഡിബേറ്റബിളാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഇത് ഹനിക്കുന്നുണ്ട്. ഞാൻ വ്യക്തികളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളിപ്പോൾ മരണ വീട്, കല്യാണ വീട് എന്ന് പറഞ്ഞ പോലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ഡ്രസ് കോഡിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യൂ വളരെ വലുതാകും. ഇല്ലെങ്കിൽ പലപ്പോഴും ആ സമൂഹത്തിൽ നമുക്ക് മറ്റൊരു തലത്തിലേക്കായിരിക്കും നമുക്കൊരു വ്യാഖ്യാനങ്ങൾ വരിക. കാരണം നമ്മളെക്കുറിച്ചൊരു ഇംപ്രഷൻ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചൊരു ഫീല് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അവർ ഇൻ്റലിജൻ്റ് അല്ലാത്ത ചില വസ്ത്രധാരണങ്ങൾ മൂലമൊക്കെ സംഭവിച്ചു പോകാം. അപ്പോൾ പൊതുവെ മനുഷ്യർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള കഴിവുകളുണ്ട്, അറിവുകളുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് ഒരു സെൻസിബിളായിട്ട് സെൻസിബിൾ ഡ്രസ്സിംഗ് എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ പല കോൺട്രോവേഴ്സികൾ ഒഴിവാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടമുള്ളത് കിട്ടുമോട്ടോ, ഞാൻ അതിലൊരു കമൻറ്റും പറയുന്നില്ല. പക്ഷേ സെൻസിബിൾ ഡ്രസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ കിട്ടുന്ന സ്വീകാര്യത കുറച്ച് വലുതായിരിക്കും എനിക്ക് തോന്നുന്നു. അതെ, നമ്മൾ ഈ പറയുന്ന പോലെ നല്ല സെൻസിബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു സീറ്റ് നമുക്ക് ഉറപ്പാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ സെൻസിബിലിറ്റി തന്നെ പലർക്കും പല രീതിയിലായിരിക്കും നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്കും. പലർക്കും എനിക്കിത് കുഴപ്പമൊന്നുമില്ല, ഈ ഡ്രസ്സിൽ ഞാൻ കംഫർട്ടബിൾ ആണ്, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് 100% എന്നൊക്കെ പറയുന്നെങ്കിൽ നമുക്കതിൽ കൂടുതൽ പറയാൻ പറ്റില്ല, അല്ലേ ഡോക്ടർ? അല്ല, അതിനകത്ത് കുറച്ച് കൂടുതൽ പറയേണ്ടത്. അപ്പോൾ ഇന്ന് വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറയൂ, നമ്മൾ പറഞ്ഞു സെൻസിബിൾ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. 100% നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ സൈക്കോളജിക്കലി എന്താണ് ഡോക്ടർ പ്രശ്നം? അല്ല, നമുക്ക് പലപ്പോഴും ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ വസ്ത്രം എന്തിനാണ്? വസ്ത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും വസ്ത്രം ഉണ്ടായി വന്നിരിക്കുന്നത് ഓക്കെ ശരീരത്തിൻ്റെ നമ്മുടെ ഒരു സൗന്ദര്യത്തെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഓക്കെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് ചില കാര്യങ്ങളെങ്കിലും പൊതുസമൂഹത്തിൽ നമ്മുടെ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ വരുമ്പോൾ, നമ്മൾ ആദ്യകാലത്ത് ആളുകൾക്ക് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് വന്നപ്പോഴേക്കും നമ്മൾ നമുക്ക് ഒരു ഡീസൻറ്റ് ബിഹേവിയർ എന്നോ അല്ല ജെന്റിൽ ബിഹേവിയർ എന്നോ സോഷ്യൽ ബിഹേവിയറിൻ്റെ പാർട്ടായിട്ട് നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ മറയ്ക്കുന്നത് മുതൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭംഗിയുടെ പോസിറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന തരത്തിലൊക്കെയാണ് ഈ വസ്ത്രങ്ങൾ വരിക. ഇതിൽ ഫാഷൻ വന്നപ്പോഴേക്കും ഈ മറയ്ക്കപ്പെടേണ്ടതൊന്നും മറയ്ക്കപ്പെടുന്നില്ല, മറ്റ് തലങ്ങളിലേക്ക് ഇത് പോകുന്നു എന്നുള്ളതാണ് ഒരു ചർച്ച വന്നത്. അപ്പോഴും അത് ബോൾഡ്നെസ് ആയിട്ട്, ഓക്കെ ഐ ആം സോ ബോൾഡ്, ദാറ്റ്സ് വൈ ഞാൻ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നു, ഇതിനെ ബോൾഡ്നെസ് ഒക്കെ ആയിട്ട് മാർക്കറ്റ് ഒന്ന് മാറ്റി എഴുതിച്ചിട്ടുണ്ടെങ്കിലും സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സ്ത്രീകളുടെ വസ്ത്രധാരണ, പുരുഷൻ്റെ വസ്ത്രധാരണ എന്നുള്ളതല്ല, നമുക്ക് ആ സമൂഹത്തിലെ മറ്റൊരാൾക്ക് ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തലത്തിലേക്കാണ് നിങ്ങളുടെ വസ്ത്രധാരണമെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആ ഒരു മേഖലയിൽ ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ചൊല്ലുകളുണ്ട്, വർത്തമാനങ്ങളുണ്ട്. ഇതിൽ പുരുഷന്റെ മനഃശാസ്ത്രവും സ്ത്രീയുടെ മനഃശാസ്ത്രവും വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തമാശ തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഏത് കോണ്ടെക്സ്റ്റിലും പുരുഷൻ ഫുൾ ഡ്രസ്ഡ് ആയിട്ട് നിൽക്കപ്പെടുന്ന പോലത്തെ കോസ്റ്റ്യൂമുകളും സ്ത്രീ ഒരു അല്പവസ്ത്രധാരണിയായിട്ട് നിൽക്കപ്പെടുന്ന പോലത്തെയാണ് സിനിമകളിൽ പോലും പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുരുഷൻ അല്പവസ്ത്രധാരണിയായിട്ട് വസ്ത്രമായിട്ട് വരുന്നില്ല, പുരുഷൻ കാമുകൻ ഫുൾ സ്യൂട്ടിലായിരിക്കും. അപ്പോൾ കാമുകിക്ക് വരുമ്പോഴത്തേക്കും ഈ അല്പവസ്ത്രത്തിലേക്ക് വരുമ്പോഴേക്കും ഈ കാര്യങ്ങൾ സിനിമ പോലും പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ സ്ത്രീകളുടെ ശരീരം പ്രദർശിക്കപ്പെടാനുള്ളതുപോലെ അങ്ങനത്തെ ഒരു തലത്തിലേക്കൊക്കെ ഒരു മെസ്സേജുകൾ പോകുന്നു. ആ തരത്തിലേക്ക് വസ്ത്രധാരണത്തിൻ്റെ സങ്കല്പങ്ങൾ, ഫാഷൻ സങ്കല്പങ്ങൾ പോകുമ്പോൾ ഇവിടെ പ്രൊവോക്കേഷനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ കാഴ്ചയിലൂടെയാണ് അവൻ്റെ ഒരു സെക്ഷുവാലിറ്റിയിൽ ഒരു പ്രചോദനങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അത് അവന് മറ്റൊരു ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു തലം ആരെങ്കിലും അസ്വസ്ഥപ്പെടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണെന്നുള്ളൂ. എന്ന് വെച്ച് ഞാൻ അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റേയാൾക്ക് അങ്ങനെ തോന്നുമെന്നോ അങ്ങനെ തോന്നാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ
തീർച്ചയായിട്ടും സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് വരുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഓരോ സമൂഹത്തിനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള വസ്ത്രധാരണങ്ങൾ പോകുന്നില്ലെങ്കിൽ അത് മറ്റു ആളുകൾക്കെങ്കിലും അത് ഉണ്ടാക്കുന്ന ഒരു അസ്വസ്ഥത സ്വാഭാവികമായിട്ട് അതൊരു പഠന വിഷയമാക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചെയ്യുന്നത് ഇതൊരു സൈക്കോളജി പ്രോഗ്രാമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരിക്കലും നമ്മളൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, അല്ലെങ്കിൽ ഒരു ചർച്ചയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിക്കലി നമ്മൾ അങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു മെയിൽ അത് അപ്രോച്ച് ചെയ്യുന്നത്, ഫീമെയിൽ അപ്രോച്ച് ചെയ്യും. ഇപ്പം ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഒരു ഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഫീമെയിലിന്റെ ഒരു എന്താ പറയുക ഒരു സെക്ഷുവാലിറ്റി കാണിക്കുന്ന രീതിയിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുമ്പം അത് ആണുങ്ങൾക്ക് അത് പ്രൊവോക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട്സ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആണിനെ കണ്ടിട്ട് നമുക്ക് പെൺകുട്ടികൾക്ക് തിരിച്ചങ്ങനെ പ്രൊവോക്ഡ് ആവണം എന്നില്ല, നമുക്ക് അങ്ങനെയൊന്നും തോന്നണം എന്നില്ല. രണ്ടുപേരുടെയും ക്രിയേഷൻ ഡിഫറെന്റ് ആണ് അല്ലേ? അതെന്താണ് പുരുഷൻ അങ്ങനെ തോന്നുന്നത്, അതുകൊണ്ട് സ്ത്രീ എന്താ അങ്ങനെ തോന്നുന്നത് വെച്ചാൽ പുരുഷന് ഈ ഒരു എസ്പെഷ്യലി കാഴ്ചയിലൂടെയാണ് അതിനകത്തൊരു ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള എറൗസൽ അല്ല താല്പര്യങ്ങളുണ്ട്. സ്ത്രീക്ക് കാഴ്ചയിലൂടെ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷനത് കാണുന്ന അല്ലെങ്കിൽ കാഴ്ചയിലൂടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏത് സിനിമയിലാണെങ്കിലും ഒരു പുരുഷൻ നടന്നു വരുമ്പോഴത്തേക്ക് സ്ത്രീകളെല്ലാം കൂടെ വാവ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലത്തെ സീനില്ല. പക്ഷെ സ്ത്രീ കടന്നു വരുമ്പോഴത്തേക്ക് പുരുഷന്മാർ കാരണം ഈ കാഴ്ച പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പുരുഷനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന, പ്രൊവോക്കേഷൻ വരുന്ന, എറൗസൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോലത്തെ വസ്ത്രധാരണം വരുമ്പോൾ അത് മറ്റൊരു വർഗത്തിന് പ്രശ്നമാകുന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഡ്രസ് കോഡിനെ സംബന്ധിച്ചൊരു ഡിബേറ്റ് വരുന്നത്. അപ്പോൾ പുരുഷൻ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് വസ്ത്രം ധരിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ ധരിക്കരുതെന്നല്ല, പക്ഷേ അവർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള വസ്ത്രധാരണ ശ്രമങ്ങൾ വരുമ്പോൾ സൈക്കോളജിക്കലി അത് മെന്നെ അട്രാക്ട് ചെയ്യപ്പെടാനുള്ള ഒരു തലമായിട്ട് തന്നെ വരും. ഫാഷന്റെ പേരിലാണെങ്കിൽ അത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പോൾ എക്സിബിഷനിസ്റ്റിന്റെ മറ്റൊരു തലമായിട്ട് പോലും വരും. അപ്പോൾ എക്സിബിഷനിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവണത, അത് പുരുഷൻ കാണിച്ചാലും സ്ത്രീ കാണിച്ചാലും എക്സിബിഷനിസ്റ്റ് ആണ്. അതിന് ഫാഷൻ എന്ന് പറഞ്ഞ് ഒരു ഓമന പേരിട്ട് വരുമ്പോൾ ബോൾഡ്നെസ് എന്ന് പറഞ്ഞൊരു ഓമന പേരിട്ട് വന്നെന്ന് പറഞ്ഞത് എക്സിബിഷനിസ്റ്റിന്റെ ടെൻഡൻസി നമ്മുടെ ബോഡിയിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മുടെ തോട്ട് പ്രോസസ്സിൽ മാറണം എന്നില്ല എന്നൊരു സത്യം പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അത്ര ഇഷ്ടപ്പെടില്ലെന്നൊക്കെ എനിക്കറിയാം. ബേസിക് ആയിട്ടുള്ള നമുക്ക് എൻ്റെ ഒരു വ്യക്തിത്വത്തെ പ്രൊജക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ, എൻ്റെ പേഴ്സണാലിറ്റി പ്രൊജക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിനകത്ത് അല്പവസ്ത്രം ഉണ്ടെങ്കിൽ എൻ്റെ വ്യക്തിത്വം ബോൾഡ് ആവൂ എന്നുള്ള തലം സൈക്കോളജി അംഗീകരിക്കുന്നില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ സംസാരം, പെരുമാറ്റമാണ്. അതിനുവേണ്ടി നമ്മൾക്ക് കൈകാലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചിലപ്പം വസ്ത്രം എത്ര കുറയുന്നതനുസരിച്ച് നിങ്ങൾ ബോൾഡാണ്, ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നതൊക്കെ ഉണ്ടാക്കിയത് ഫാഷൻ വേൾഡാണ്. അവരുണ്ടാക്കിയ പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ നാച്ചുറലി അത്തരം വസ്ത്രങ്ങൾ കടയിൽ കിട്ടുന്നു, നമ്മൾ വാങ്ങുന്നു. ഏത് വസ്ത്രം ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. സിനിമാ താരങ്ങൾ ധരിച്ചത് കൊണ്ടോ ഫാഷൻ ഷോയിൽ കണ്ടതുകൊണ്ടോ ആ വസ്ത്രം പൊതുസമൂഹത്തിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്നതല്ല എങ്കിൽ വിവേചനത്തോടുകൂടി ഇതിനെ മനസ്സിലാക്കണം എന്ന് പറയാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി അവർക്ക് ചിന്തിക്കാം. അല്ലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോളൂ. അത് നമ്മൾ രണ്ടാളും ഈ നമ്മുടെ പ്രോഗ്രാം അതിന് യാതൊരു ഉത്തരവാദിത്വമില്ല. പക്ഷേ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിനകത്ത് നിന്ന് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബോൾഡ്നെസ്സും പോസിറ്റിവിറ്റിയും നിങ്ങളുടെ വ്യക്തിത്വത്തിലൂടെ പ്രദർശിപ്പിക്കപ്പെടാൻ ചിലപ്പോൾ വസ്ത്രത്തിന്റെ നീളം കുറയുന്നോ വണ്ണം കുറയുന്നോ അല്ല പ്രധാനപ്പെട്ട കാരണം. സൈക്കോളജിക്കലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. പ്രപഞ്ചം ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്ന പുരുഷന്റെ പേഴ്സണാലിറ്റി അല്ല പുരുഷന്റെ ജൈവപരമായിട്ടുള്ള ഫീലിങ്ങും സ്ത്രീയുടെ ജൈവപരമായ ഫീലിങ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചിലർക്ക് കാഴ്ചയിലൂടെയാണ് ഒരു സെക്ഷൽ അറൗസൽ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ അവരെ ഉണർത്തുന്ന തരത്തിലേക്കുള്ള വസ്ത്രധാരണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഒരു പൊതുസമൂഹത്തിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ നല്ലത് എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളോ ബുദ്ധിമുട്ടുകളോ എല്ലാം വസ്ത്രത്തിന്റെ നീളം കുറഞ്ഞുകൊണ്ടാണെന്നോ എന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. പക്ഷെ ഇങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സത്യം ഇതാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് പുരുഷ സ്വാതന്ത്ര്യത്തിനെതിരല്ല, ഇഷ്ടമുള്ളൂ ധരിച്ചോളൂ, പക്ഷെ സത്യം മനസ്സിലാക്കിയിട്ട് ധരിച്ചു. ഡോക്ടർ, നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഒരു ആസ്പെക്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂസിനാണെങ്കിലും പല ഇന്റർവ്യൂസിലും നമ്മൾ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഗിൽറ്റൊക്കെയുള്ള മിനുക്കൊക്കെയുള്ള സാധനങ്ങളും സീക്വൻസ് ഒക്കെ വെച്ച് ഭയങ്കര എന്താ പറയുക ഗോഡി ആയിട്ടുള്ള ഡ്രസ്സസ് ഇട്ട് നമ്മൾ പോകാറില്ല. അപ്പം ഈ വസ്ത്രധാരണ ഇപ്പോൾ അങ്ങനെ ഇന്റർവ്യൂവിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഈ ഡ്രസ്സിങ്ങിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക? ആസ് എൻ ഇന്റർവ്യൂവർ അവർക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ അവർക്ക് ഒരു ടിപ്പും കൂടെ പറഞ്ഞു കൊടുക്കാം. ഡോക്ടറിന്റെ ഓഫീസില് നമ്മുടെ റോൾഡൻസ് ബിഹേവിയർ ആൻഡ് മൈൻഡ് റെജുവിനേഷൻ സ്റ്റുഡിയോയിൽ ഇന്റർവ്യൂവിന് ഒരാൾ വന്നു, ഡോക്ടർ എങ്ങനെ ഡ്രസ് ചെയ്ത് വരുന്ന ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആക്ച്വലി
നമുക്ക് ഇന്റർവ്യൂ എന്ന് പറയാൻ തന്നെ നമുക്ക് കുറച്ച് സമയങ്ങളുള്ളൂ. ഒരു വലിയൊരു ജീവിതകാലത്തിലൂടെ കടന്നു വന്നാൽ പല പല അനുഭവങ്ങൾ വന്ന ഒരാളെ നമുക്ക് 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഒക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഈ വ്യക്തി തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തുമാത്രം സീരിയസ് ആണെന്ന് ഫീൽ ചെയ്യപ്പെടാവുന്ന ഒരു ലുക്ക്, അത് മുഖ സൗന്ദര്യമോ പൊക്കമോ വണ്ണമോ എന്നുള്ളതല്ല, അവരെങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു, അവരെങ്ങനെയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് നമ്മളെല്ലാം ക്യാമറ കൂടെ നോക്കുന്നത്, വന്ന് കയറും മുതൽ അവർ ഇരിക്കുന്നത് മുതൽ അവരുടെ ബോഡി ലാംഗ്വേജ് മുതൽ ഇവർ ഓഫീസിൽ നിന്നുള്ള എക്സ്പ്രഷൻസ് ഒക്കെയാണ് ആൾക്കാരൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് മുമ്പ് ഇവരുടെ സംസാരം അല്ലെ ഇവരുടെ രീതികളെക്കുറിച്ചൊക്കെ നമുക്ക് ചില കമൻറ്റുകളൊക്കെ പോലും കിട്ടും. പക്ഷെ ഇവർ വന്ന് എങ്ങനെയാണ് റൂമിൽ കയറുന്നത്, അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പഠിച്ചിട്ട് നമ്മളെ പറഞ്ഞ് ഭയങ്കര പവർഫുള്ളായിട്ട് നിന്ന് പറ്റിക്കാനെന്ന് നോക്കി അതൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ ബേസിക്കലി അറ്റ്ലീസ്റ്റ് കുറേ കാര്യങ്ങളെങ്കിലും നമുക്കൊന്ന് ആ പാർട്ട് അങ്ങ് ടിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, നല്ല ഡ്രസ് കോഡാണ്. അപ്പോൾ അവൾക്ക് അയാളൊരു ഗ്രൂം ചെയ്യും, കോൺഗ്രുവൻസ് എന്ന് പറയും, അയാളുടെ മനസ്സിലുള്ള ആശയവും ഡ്രസ് കോഡ് നമ്മളിന്ന് മാച്ച് ചെയ്യപ്പെടുന്ന കുറേ തലങ്ങളുണ്ടെങ്കിൽ തന്നെ ഇയാളെ ഇന്ന് ഗ്രൂം ചെയ്ത് ട്രെയിൻ ചെയ്താക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നുള്ള ഫീല് കിട്ടിയാൽ പോലും ഇവരുടെ വ്യക്തിപരമായ സ്വഭാവങ്ങളൊന്നും മുഴുവൻ അനലൈസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഒരു പണി ഏൽപ്പിച്ചാൽ ഈ പണി ഇയാളെ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും ആളുടെ മറുപടികളിലൂടെ നമ്മൾ കൊടുക്കുന്ന ചില ചോദ്യങ്ങളൂടെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആളുകൾ എടുക്കുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തോന്നണമെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ് നമുക്ക് പറ്റുന്ന ജോലിയുമായിട്ട് ഒട്ടുമേ ആപ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇയാളോട് എന്തിനാണ് വെറുതെ ചോദിച്ച് സമയം കളയുന്നുള്ള ഫസ്റ്റ് തോട്ട് ഉള്ളി മനസ്സിലും അത് എങ്ങനെയും ഒഴിവാക്കി വിടാനായിരിക്കും ഏത് ഇന്റർവ്യൂ ബോർഡുകാരും നോക്കുന്നത്. അപ്പം ഞാൻ പല ഇന്റർവ്യൂ ബോർഡുകളിൽ ഇരിക്കുമ്പോൾ പാനലിൽ സംസാരിച്ചു ഇയാൾ എന്താണ് ഒട്ടും സീരിയസ് അല്ലാതെ ഒരു വളരെ കാഷ്വൽ ആയിട്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാൾ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അപ്പം നമ്മളുടെ പെരുമാറ്റങ്ങളിലൂടെ തന്നെ അല്ല നമ്മളിരുന്ന വസ്ത്രത്തിലൂടെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണല്ലോ പല 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 ബ്രാൻഡുകൾ വ്യത്യസ്തമായ വസ്ത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുക. എന്നാൽ ഇതേ സംഭവം തന്നെ ഒരു ഫാഷൻ ഷോയിൽ ഒരു ഫാഷൻ്റെ ആൾക്കാർ മാത്രം അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു ചെന്നില്ലെങ്കിൽ നമ്മളവിടെ ഓഡ്മാൻ ഔട്ടാവും. അവിടെ നമ്മളെല്ലാം കൂടെ പുതപ്പെല്ലാം കൂടെ പുതച്ച്, പക്ഷെ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വേറെ എന്തെങ്കിലും സ്റ്റൈലായിരിക്കണം. അപ്പോൾ ആ നോവൽറ്റി ആകാം, ഡെഫിനറ്റ്ലി ഫാഷൻ ആവാം, ഡെഫിനറ്റ്ലി ഡ്രസ്സ് ആവാം. ഇപ്പോൾ ആരാധനാലയത്തിൽ നമുക്ക് ഞാനിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെയൊക്കെ പോയപ്പോഴേക്കും ആരാധനാലയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഫാഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ ഇവിടെ കയറുമ്പോൾ ഒരു ഷാള് പുതച്ചിട്ടേ കയറാവും. അല്ലാതെ അങ്ങനെ വരുമ്പോൾ എന്തോ ഒരു സംഗതി ഉണ്ടെന്ന് തന്നെയല്ലേ? അത് സൊസൈറ്റിയുടെ പ്രശ്നം തന്നെയല്ലല്ലോ. കാരണം ചില ഡ്രസ്സുകൾ ചില സ്ഥലങ്ങളിൽ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സ് തുറന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ അതിൻ്റെ റൂൾസ് അനുസരിച്ച് പോകാനും പറ്റും. എന്നാൽ ഫാഷൻ വീക്ക് ആയിക്കോട്ടെ, മറ്റു ചില വേദികളായിക്കോട്ടെ, നിങ്ങൾ ഔട്ടിങ്ങിന് പോകുന്ന ചില യാത്രകളായിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് കംഫർട്ടബിളായി ഡ്രസ്സ് ധരിക്കാനാണ് വ്യത്യസ്തമായ ഫാഷനിലുള്ള ഡ്രസ്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഏതൊരു ഫാഷൻ വരുമ്പോഴും ചില ആളുകൾ അത് ചില താരങ്ങൾ അത് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അത് ട്രെൻഡ് ആവണമെന്നില്ല. നിങ്ങളുടെ ശരീരത്തിന് അത് ഒട്ടും യോജിക്കുന്നതായിരിക്കത്തില്ല, മോശമായിരിക്കും, ഭംഗി കുറവായിരിക്കും. ഇതാരും പറഞ്ഞു തരണമെന്നില്ല. ഇതിനാണ് മറ്റേ ആൾ ഇട്ടതാണ്, മറ്റേ ഭയങ്കര സ്റ്റൈലാണെന്ന് പറഞ്ഞിട്ട് പലത് കാണുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളെന്ന വ്യക്തിയെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ അല്ലെ ഹാൻസം ആക്കാൻ അല്ല നമ്മളെ ഒന്ന് മനോഹരമാക്കാൻ സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏത് ഡ്രസ്സും ഓക്കെയാണ്. പക്ഷെ മറ്റേത് ഫാഷന്റെ പേരിൽ ഇടുന്ന പല ഡ്രസ്സുകൾക്കും നമുക്ക് എന്താ പറയുക അയാളുടെ ശരീരമായിട്ട് അത്ര മാച്ചാകാൻ നിൽക്കുമ്പോൾ അത് ഇയാൾ ഇതെന്താ പറയുക ഒരു മനസ്സിലാക്കാത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു തോന്നൽ പോലും ഈ വ്യക്തിയുടെ ഒരു അനലൈസ് ചെയ്യാനുള്ള കഴിവിനെ അനാലിസിസ് സ്കില്ലിനെ ഒക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് സംശയം തോന്നുമാറുള്ള രീതി വരാറുണ്ട്. ഇന്റർവ്യൂ മാത്രമല്ല ജീവിതത്തിൽ എവിടെയും നിങ്ങൾ ചൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി റിഫ്ലക്ട് ചെയ്യുന്നുള്ളേ ഉള്ളൂ ഇതിന്റെ ഒരു ചുരുക്കം. അപ്പം ഞാൻ ബോറാണ്, അലമ്പാണ്, ഒരു യൂസ്ലെസ് ആണെന്ന് ഫീൽ ചെയ്യിക്കാവുന്ന വസ്ത്രങ്ങളുണ്ട്. അത് ധരിച്ചാൽ അങ്ങനെ നിങ്ങളെ കുറിച്ചുള്ള ഇംപ്രഷൻ പെട്ടെന്ന് മനസ്സിലാവും. അല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ചില ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ അത്ര വസ്ത്രങ്ങൾ നല്ലതാണ്. അപ്പൊ ഞാൻ മോശമാണ് എന്ന്, എന്നാൽ ഞാൻ സീരിയസ് ആണ്, ലൈഫിനെ കുറിച്ച് ഫോക്കസ് ഉണ്ട്, എനിക്ക് വളരെയധികം കാര്യങ്ങളുണ്ടെങ്കിൽ വസ്ത്രധാരണം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വസ്ത്രം കൊണ്ട് മാത്രമല്ല ആവില്ല കേട്ടോ. നിങ്ങളുടെ സംസാരവും പെരുമാറ്റവും നിങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ചില വസ്ത്രത്തിൽ നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ നിങ്ങൾ സംസാരിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം മനസ്സിലായി. ഒരു രക്ഷപ്പെടണമെന്ന് തോന്നുന്ന പോലുള്ള പേഴ്സണാലിറ്റി ആണെങ്കിൽ അത് ഗ്രൂം ചെയ്യണം. അത് വേറെ എപ്പിസോഡിൽ വേറെ വിഷയം കാണാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഭയങ്കര കാര്യമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് വസ്ത്രധാരണം എത്ര നമ്മളെ ലൈഫിൽ നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, ചെയ്യാൻ പാടില്ല,
സൈക്കോളജിക്കലി ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതും ഒരു മെയിലിൻ്റെ വേർഷൻ ഓഫ് ഇതെങ്ങനെയാണെന്നുള്ളതും ഫീമെയിൽ വേർഷൻ എങ്ങനെയാണ് ഇവർ അനലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. അപ്പം ഫൈനലി നമ്മുടെ ഇഷ്ടം തന്നെയാണ് എങ്ങനെയാണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത് അല്ലേ? പ്രേക്ഷകർ ആരെങ്കിലും എപ്പിസോഡ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കുറെ ഡ്രസ്സ് വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ അസ്വസ്ഥതയും വേണ്ട. സാഹചര്യങ്ങളിൽ ഒന്നിടണം, നമ്മൾ അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ഇടണം, എല്ലായിടത്തും ഇടണമെന്നും നിർബന്ധമില്ല. ഇനി ഇടണമെങ്കിൽ ഇട്ടോളൂ, അതൊക്കെ തടസ്സമല്ല. സത്യമായിട്ട് നമ്മൾ തടസ്സമല്ല. എന്താണ് നമുക്ക് ദീർഘസുമംഗലി ഭവ, ആയുഷ്മാൻ ഭവ എന്നൊക്കെ പറയുന്ന പോലെ ആശംസകൾ, നമുക്ക് വിരോധമില്ല. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഡോക്ടർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. Till then, it's bye from Shweta Senthil and Dr. Vipin Roldans.